വമ്പൻ വിജയത്തിന് പിന്നാലെ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരണമായി NDA. സത്യപ്രതിജ്ഞാ തീയതി ഇന്ന് തന്നെ അറിയാൻ കഴിയും. വോട്ടുകളുടെ ആരോപണം നുണപ്രചാരണമെന്ന് ബീഹാർ ജനത തെളിയിച്ചെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് 24 പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. It is hilarious, Victor. It's a tsunami. It's a democratic tsunami which has come into state of Bihar, and people of Bihar have voted for the development and to eliminate the jungle raj from Bihar. वोट चोरी के बारे में जो झूठा नैरेटिव खड़ा किया था, उसका जवाब जो है बिहार की जनता ने दिया, और मुझे लगता है कि अब इस मुद्दे पर बात करने का साहस भी कांग्रेस और कांग्रेस के नेता नहीं कर पाएंगे. കനത്ത തോൽവി വിശദമായി പഠിക്കുമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രതികരിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ശരിക്കും ഒരു സുനാമിയാണ് അവിടെ ആഞ്ഞടിച്ചത് എന്ന രീതിയിൽ പറയുന്നു. ജംഗിൾ രാജ് അവസാനിപ്പിച്ചു. മാത്രമല്ല ഇനി എത്രയും പെട്ടെന്ന് ഇവർക്ക് പഠിക്കാനുള്ള ഇടമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ വിജയത്തെ നമുക്ക് കുറച്ച് കാണാൻ ഒരിക്കലും കഴിയില്ല. പറയൂ ശ്രീനാഥ്. ഗുഡ് മോർണിംഗ്. ഏതായാലും ഇനിയിപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. എത്രയും വേഗത്തിൽ തന്നെ സത്യപ്രതിജ്ഞ അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടാകും എന്നത് നമ്മൾ അറിയുന്നു. ഇന്നിപ്പോൾ നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ BJP നേതാക്കൾ ഒപ്പം ചേർന്ന് മുന്നണിയുടെ ഒരു യോഗം ചേരും എന്നതാണ് നമ്മൾ അറിയുന്നത്. അതിന്റെ സമയം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിലായിരിക്കും ആരാകും ഉപമുഖ്യമന്ത്രിമാർ എന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരിക. മുഖ്യമന്ത്രി സ്ഥാനം ഏതായാലും നിതീഷിന് തന്നെ കൊടുക്കും എന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. തെരഞ്ഞെടുപ്പ് ഫലം നിതീഷിന് ആ തരത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നുമുണ്ട്. BJPയുമായി താരതമ്യം ചെയ്യുമ്പോൾ 10-ൽ താഴെ സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഇരു പാർട്ടികളും തമ്മിലുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തർക്കമില്ല. അതേസമയം അതിലൊരു ടേം വ്യവസ്ഥ കൊണ്ടുവരാൻ പറ്റുമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ BJP ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല ഉപമുഖ്യമന്ത്രിമാർ 2 പേർ വേണം എന്നത് BJP ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകളുടെ കാര്യത്തിൽ കൂടി ഇരു മുന്നണികൾക്കിടയിലും ഒരു ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണ വഹിച്ച അതേ വകുപ്പുകൾ തന്നെ തുടരണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ചർച്ച നടക്കും എന്നത് അറിയുന്നു. പിന്നീട് ഗവർണറെ കണ്ട് ഈ സർക്കാർ രൂപീകരണത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ സത്യപ്രതിജ്ഞ തീയതി കാണാനാകുമോ എന്നതാണ് ആലോചിക്കുന്നത്. അതിനു മുമ്പ് ചില ധാരണകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഏതായാലും മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അവർ സംസ്ഥാനത്ത് ഏതാണ്ട് നാമാവശേഷമാവുന്ന തരത്തിൽ ഉള്ള വലിയ തിരിച്ചടി. 2 അക്കം കടക്കാൻ RJDക്ക് മാത്രമാണ് കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്ന ആരോപണം ഇന്നലെ തന്നെ മഹാസഖ്യത്തിലെ അംഗങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം ജൻസുരാജ് പാർട്ടി വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഇന്നിപ്പോൾ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുടെ ഒരു വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 1:30 വിളിച്ചിട്ടുണ്ട്. അതിൽ പാർട്ടിയുടെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാകും എന്നത് വിശദീകരിക്കും. ഒരൊറ്റ സീറ്റ് പോലും പാർട്ടിക്ക് നേടാൻ കഴിയാത്തത് വലിയ തിരിച്ചടിയാണ്. LJP നേതാവ് ചിരാഗ് പാസ്വാനും ഇന്ന് 10:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വിജയത്തിലുള്ള അദ്ദേഹത്തിന്റെ സന്തോഷവും പ്രകടിപ്പിക്കാൻ വേണ്ടിയാകും ആ വാർത്താ സമ്മേളനം എന്നതാണ് നമ്മൾ അറിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.